ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഈശോ പ്രാർത്ഥിച്ച ഒത്തിരി വലിയ സങ്കടത്തിൽ നിന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ച ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈഫിൽ ഒത്തിരി കണക്റ്റഡ് ആകാൻ പറ്റുന്ന ഒരു വചനമാണെന്നാണ് ഞാൻ വിശ്വസിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 12-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം. വചനം ഇങ്ങനെയാണ്: ഇപ്പോൾ എൻ്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കുന്നു, ഞാൻ എന്ത് പറയേണ്ടു? പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ആ പ്രാർത്ഥന ഈശോയുടെ ഒരു അസ്വസ്ഥത നിറഞ്ഞ ഒരു സങ്കടം നിറഞ്ഞൊരു പ്രാർത്ഥന പോലെയാണ് ബൈബിളിൽ നമ്മൾ കാണുക. എൻ്റെ ആത്മാവ് ഇങ്ങനെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു, പിതാവേ, ഞാൻ എന്താണ് പറയേണ്ടത്? ഈ മണിക്കൂറിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ആ മണിക്കൂറിനെ കുറിച്ച് അറിയാം. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ അവർ പരിശുദ്ധ അമ്മയോടൊക്കെ പറയുന്നുണ്ട്, ഈശോ കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് എൻ്റെ സമയം ഇനി ആയിട്ടില്ല. മണിക്കൂറിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം അവസാനിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് എല്ലാം പൂർത്തിയായി, സമയത്തിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ആ മണിക്കൂർ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ മണിക്കൂറാണ്. അതിനെക്കുറിച്ച് ഈശോ ഇങ്ങനെ പറയാണ്: എൻ്റെ ആത്മാവ് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്, പിതാവേ, ഈ മണിക്കൂറിൽ നിന്ന് രക്ഷിക്കണേ. ഇപ്പം നമ്മുടെ ലൈഫുമായിട്ട് ഇതെന്താ ചേർത്ത് ചിന്തിക്കാൻ പറ്റുന്നത് അറിയോ? ഞാനും നിങ്ങളുമൊക്കെ, എനിക്ക് തോന്നുന്നു നമ്മളും പലതവണയും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈശോയെ എങ്ങനെയെങ്കിലും ഇതൊന്നും മാറ്റി തരാമോ, എനിക്കിത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഈ പ്രശ്നം ഒന്ന് മാറ്റിത്താ, ബാക്കിയൊക്കെ വരട്ടെ, അതൊക്കെ എല്ലാവർക്കും വരുന്നതാണ്, പക്ഷേ ഇതെങ്കിലും ഒന്ന് മാറ്റി തരാമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങൾ അങ്ങനെ എപ്പോഴാണ് ചോദിച്ചതെന്ന് എനിക്കറിയില്ല. വാസ് ദ ലാസ്റ്റ് ടൈം എപ്പോഴങ്ങനെ ഏറ്റവും അവസാനമായിട്ട് ചോദിച്ചതെന്ന് അറിഞ്ഞുകൂടാ. എളുപ്പമല്ല, കാരണം നമ്മുടെ ആത്മാവും നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ ഒരുമിച്ച് അസ്വസ്ഥപ്പെടുന്ന, സങ്കടപ്പെടുന്ന സമയങ്ങൾ വരും. വലിയൊരു കടബാധ്യതയായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. നിങ്ങളെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളുടെ കൂടെ ഒരു യാത്ര പോകേണ്ട ഒരു സമയമായിരിക്കാം. നിങ്ങൾ ഒട്ടും പഠിച്ചിട്ടില്ലാത്തൊരു വിഷയം, ഒത്തിരി എഫേർട്ട് ഇട്ടു, പക്ഷേ ഒന്നും തലയ്ക്കകത്ത് നിൽക്കുന്നില്ല. പക്ഷേ ആ എക്സാം നിങ്ങൾ എങ്ങനെയെങ്കിലും ഫേസ് ചെയ്തേ മതിയാവുള്ളൂ. നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ചിലപ്പോൾ പോവേണ്ടി വരും. കർത്താവെ, എങ്ങനെയെങ്കിലും ഈ മണിക്കൂറൊന്ന് നീക്കി തരണേ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈശോ പ്രാർത്ഥിച്ചതിൻ്റെ തുടർച്ച നിങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ? അല്ല, ഇതിനു വേണ്ടിയാണല്ലോ ഈ മണിക്കൂറിലേക്ക് ഞാൻ വന്നത്. വളരെ നമുക്കത് നമ്മുടെ ഒരു ലെവലിൽ നിന്ന് വളരെ മാനുഷികമായിട്ട് ചിന്തിക്കാം. ഈശോട് നമ്മൾ ചോദിക്കുന്നുണ്ട്, കർത്താവ്, ഇതൊന്നും മാറ്റിത്താ, ഈ പ്രശ്നം ഒന്ന് മാറ്റിത്താ, ഇല്ലെങ്കിൽ ഈ ആളുടെ അടുത്ത് തന്നെ ഒന്ന് മാറ്റിത്താ. പക്ഷേ ഈശോയെ പോലെ നമുക്കിങ്ങനെ പറയാൻ പറ്റുമോ? നോ, ഇതിനു വേണ്ടിയാണല്ലോ ഞാൻ വന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അസാമാന്യമായൊരു വിശ്വാസം വേണം. എൻ്റെ കർത്താവ് അറിഞ്ഞിട്ടാണല്ലോ ഈ മണിക്കൂറിലേക്ക്, ഈ സിറ്റുവേഷനിലേക്ക്, ഈ എക്സാം ഹാളിലേക്ക്, ഈ ഒരു രാജ്യത്തേക്ക് ഞാൻ എത്തിയത്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവും ഇവിടെ നിന്ന് മാറാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇതെല്ലാം കൂടെ ഇട്ടെറിഞ്ഞ് തല്ലിപ്പൊളിച്ച് ദൂരെ ഇട്ട് ഓടണം എന്ന് ആഗ്രഹമുണ്ട്. ഒറ്റ അവസരം കിട്ടിയായിരുന്നെങ്കിൽ ഇത് പൊട്ടിത്തകർത്ത് എറിയാൻ, ഓടാൻ നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ മാറുന്നില്ല ചില കാര്യങ്ങൾ, ചില മണിക്കൂറുകൾ മാറുന്നില്ല. നമുക്ക് ഈശോയെപ്പോലെ വിശ്വാസത്തിൽ നിറഞ്ഞു നിന്നത് പറയണം, ഈ മണിക്കൂറിന് വേണ്ടിയാണ് ഞാൻ വന്നത്, ഈ സിറ്റുവേഷൻ ഫേസ് ഞാൻ ചെയ്യും, കാരണം എൻ്റെ ഈശോ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സൗരങ്ങൾക്ക് ഒരു ആത്മധൈര്യം കുറഞ്ഞു പോകുന്ന അനുഭവങ്ങൾ വന്നേക്കാം. എനിക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വരാം. നമുക്ക് എൻ്റെ ദൈവമേ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായിരുന്നെങ്കിൽ, ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞു കിട്ടിയിരുന്നെങ്കിൽ ആഗ്രഹിച്ചേക്കാം. പക്ഷെ പോവില്ല. ചില കാര്യങ്ങൾ നമ്മൾ അനുഭവിച്ച് നമ്മളെ കടന്നുപോയാൽ മാത്രമേ ഇതും കടന്നു പോകത്തുള്ളൂ. അങ്ങനെയെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ഒറ്റ കാര്യമാണ്, ഈ പാനപാത്രമോ ഈ മണിക്കൂറോ നീങ്ങിപ്പോകണമെന്നല്ല. കർത്താവേ, ഈ മണിക്കൂറിൽ നീ എൻ്റെ കൂടെ നിന്നേക്കണേ. ഈ മണിക്കൂറിലേക്കാണ് നീ എന്നെ നയിച്ചെങ്കിൽ യു ഷുഡ് ബി വിത്ത് മീ. എന്നെ ഇതുവരെ നയിച്ച കർത്താവേ, ഈ മണിക്കൂറിലും നീ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ എന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ആ ഒരു മണിക്കൂറിൽ, നമ്മൾ ഏറ്റെടുക്കുന്ന ആ മണിക്കൂറിൽ, ആ സമയം മുതൽ അതൊരു അനുഗ്രഹമായിട്ട് മാറും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 17-ാമത്തെ അധ്യായത്തിൽ യോഹന്നാൻ 17:1 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, സമയമായിരിക്കുന്നു, ഇപ്പോൾ അങ്ങനെ മഹത്വപ്പെടുത്തണമേ. എന്ന് വെച്ചാൽ ഈ സമയം മുതൽ ഈ വീടിനെ, ഈ സാഹചര്യത്തെ, ഈ സിറ്റുവേഷനെ, ഈ വ്യക്തിയെ ഞാൻ ഈശോയോട് ചേർന്ന് ഏറ്റെടുക്കാൻ തുടങ്ങുന്ന ആ സമയം മുതൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനി മഹത്വത്തിൻ്റെ മണിക്കൂറായിട്ട് മാറും. യോഹന്നാൻ 17:1 നിങ്ങളൊന്ന് കണ്ടുപിടിച്ച് വായിക്കണം കേട്ടോ. കാണാതെ അറിയാവുന്ന വചനമായിരിക്കും. നിങ്ങൾക്കതൊന്ന് വായിച്ച് പ്രാർത്ഥിച്ച് വലിയൊരു വിശ്വാസത്തോടു കൂടി ഈശോയോട് ആ ബോധ്യം പറയുന്നത് പോലെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടേരെ. യോഹന്നാൻ 17:1 നിങ്ങൾക്കും കർത്താവ് ഒരു മഹത്വമാക്കി ഈ മണിക്കൂറിനെ നൽകും. നമുക്കൊന്നുകൂടെ ഒന്ന് പിടിച്ചു നിൽക്കാം. ഇന്നൊരു ദിവസം പൂർത്തിയായില്ലേ? ഈ രാത്രി തീരും. ഒരു മണിക്കൂറും കൂടെ, ഒരു മിനിറ്റും കൂടെ, ഒറ്റ ദിവസം കൂടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും. ചുമ്മാ നിങ്ങളുടെ മാനുഷ്യമായൊരു ശക്തിയിൽ, ബുദ്ധിശക്തിയിൽ നിൽക്കാനല്ല, ഇതുവരെ നയിച്ച ഈശോയിൽ ഒറ്റ മിനിറ്റോടെ, ഒറ്റ ദിവസം കൂടെ, ജസ്റ്റ് വൺ മോർ ഡേ നമുക്ക് ഒന്നുകൂടെ ഒന്ന് പിടിച്ചു നിൽക്കാം. എനിക്കറിയില്ല നിങ്ങൾ ഇന്ന് രാത്രി കടന്നു പോകുന്ന സിറ്റുവേഷൻ, ഇന്ന് പകൽ നിങ്ങൾ കടന്നുപോയ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. പക്ഷെ ഒറ്റ ദിവസം, ജസ്റ്റ് വൺ മോർ അവർ, ഒരൊറ്റ മണിക്കൂറും കൂടെ, ഒറ്റ ദിവസം കൂടെ ഒന്ന് പിടിച്ചു നിൽക്കാമോ? നമുക്ക് അങ്ങനെ ഒന്ന് നോക്കിയാൽ പലപ്പോഴും മുമ്പോട്ട് പോകാൻ പറ്റും. ആത്മഹത്യകളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? നമ്മളെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. നിരാശയ്ക്കും ആത്മഹത്യയ്ക്കും ഇടയ്ക്കൊക്കെ ഒരു കുഞ്ഞു ലൈനേ ഉള്ളത്. ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര അപകടമാണ്. എപ്പോഴും മരണത്തിൻ്റെ വക്കിൽ നിന്ന് അവർ വഴുതിപ്പോയത്, അവരെങ്ങനെയാണ് വീണത് എന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഞെട്ടും. നമ്മുടെ പ്രിയപ്പെട്ടവർ, ചിലപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നവർ, അവരൊക്കെ എങ്ങനെ ഇതൊക്കെ ചെയ്തു എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ഉത്തരവും കിട്ടുന്നില്ല. ഒരു മണിക്കൂറും കൂടെ,
1 മിനിറ്റും കൂടെ, ഒറ്റ ദിവസം കൂടെ ഒന്ന് പിടിച്ച് നിന്നാണെങ്കിൽ ചിലപ്പോൾ കയറിപ്പോയാനെ. നമുക്കറിയില്ലല്ലോ. ഇപ്പം നമ്മുടെ മുമ്പിലാണ് ഈ അവസരം. ഇപ്പം മരിക്കാൻ തോന്നുന്നുണ്ടാവും, ഇപ്പം ഇതെല്ലാം കൂടി ഇട്ടെറിയാൻ തോന്നുന്നുണ്ടാവും, ഇതിവിടെ വെച്ച് ഒരു പീരിയഡ്, ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ വേണ്ടി നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ജസ്റ്റ് 1 more day, ജസ്റ്റ് 1 more minute. ഒരൊറ്റ രാത്രിയും കൂടെ ഒന്ന് പിടിച്ച് നിൽക്കാം. നാളെ നീ നോക്കാം എന്നല്ല പറയേണ്ടത്, കർത്താവ് നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ശാന്തമാകും. കർത്താവ് അനുഗ്രഹമാക്കി മാറ്റും. എങ്ങനെയോ അവനൊരു വഴി കണ്ടിട്ടുണ്ട്. ആ വഴിയിലേക്ക് നീ ഒന്ന് എത്തിച്ചേർന്നാൽ മതി. ഒരു കാലെടുത്ത് വെക്കാനുള്ള വെട്ടം ഈശോ തന്നിട്ടുണ്ട്. കാലെടുത്ത് മുമ്പോട്ട് വെക്കുക, അടുത്ത കാല് വെക്കാനുള്ള വെട്ടം ഈശോ തരും. കർത്താവ് ഉപേക്ഷിക്കത്തിലിടും, കൂടെ നിന്ന് നിന്നെ സഹായിക്കും. ഈ ഒരു മണിക്കൂറിന് വേണ്ടിയിട്ടാണ് കർത്താവ് നിന്നെ കൊണ്ടുവന്നത്. ഈ ഒരു മണിക്കൂറിൽ ഇത് ഏറ്റെടുത്താൽ ഈ മണിക്കൂർ, ഈ സമയം മഹത്വത്തിൻ്റെതായിട്ട് മാറും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിതാവേ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് അങ്ങ് ഞങ്ങളെ മഹത്വപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.